Hi everyone. കേൾക്കാമോടാ? കേൾക്കാം. ഓക്കെ. സോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോക്കി വന്നായിരുന്നു എല്ലാവരും. ബേസിക് ബ്രൗസർ കമാൻഡ്സ് എല്ലാം നോക്കി വന്നായിരുന്നോ? കൃഷ്ണകുമാർ, അനഘ, അഖിലേന്ദു, അലീന നോക്കിയായിരുന്നോടാ? ഏകദേശം. എന്താടാ നേർക്കെ പറയോ? കേൾക്കുന്നില്ല. എനിക്ക് വീക്കെൻഡ് അത്ര സമയം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് നോക്കി, അത്രേ ഉള്ളൂ. അത് മതി. ജസ്റ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസേഷൻസ് എല്ലാം കിട്ടത്തില്ല, അതിനോണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അറിയാവുന്നൊരു ആൻസർ ചെയ്യാം കേട്ടോ. നമ്മൾ ബേസിക് ബ്രൗസർ കമാൻഡ്സിൽ നമ്മുടെ അപ്ലിക്കേഷൻ കറന്റ്ലി നിൽക്കുന്ന URL ഗെറ്റ് ചെയ്യാനായിട്ട് ഒരു ആട്രിബ്യൂട്ട് പഠിച്ചിരുന്നു. അത് ഏതായിരുന്നു ഡ്രൈവറിൽ? current underscore URL. Yes, correct. ഇനി അതുപോലെ തന്നെ ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കറന്റ് URL വെച്ചിട്ട് നമുക്ക് അസേർഷൻ എഴുതി വെക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തടാ. ഒരാൾ ഷെയർ ചെയ്തോടാ. പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഒരാൾ പ്രസന്റ് ചെയ്തോളാം. റൈറ്റ് ടാം എടുക്കടാ. നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് കേസ്, അതായത് ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ എടുക്കാം. ഇതില് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്പെസിഫിക് URL എത്തുന്നുണ്ട് അല്ലേ? സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു സ്പെസിഫിക് URL എത്തുന്നുണ്ട്. ആ URL ജസ്റ്റ് ഒരു വേരിയബിളിൽ ഗെറ്റ് ചെയ്ത് വെച്ചേ. എങ്ങനെയായിരിക്കും ഗെറ്റ് ചെയ്ത് വെക്കുക? ആക്ച്വൽ URL ഈക്വൽസ് ടൈപ്പ് ചെയ്തോളൂ. ആക്ച്വൽ URL ഈക്വൽസ് സ്മോൾ ലെറ്റർ വേരിയബിൾ നെയിം അല്ലടാ. അറിയാലോ. ആക്ച്വൽ URL ഈക്വൽസ് എങ്ങനെയാ URL ഗെറ്റ് ചെയ്യുക? ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും ഇടം വരെ എത്തിയോ?
ഓക്കെ, അതിന് താഴെ ടൈപ്പ് ചെയ്തോളൂ assert actual underscore URL double equals നമ്മൾ ജസ്റ്റ് ഒന്ന് മാനുവലി സൈലൻസ് ചെയ്തേ. അഡ്മിന് മുഴുവൻ കൊടുക്കടാ. ആ യു ആറിലെ മുകളിൽ കോപ്പി എടുക്കൂ. അഡ്മിൻ ആണോ വരുന്നത്? അല്ലേ ലോഗൗട്ട് ആ യു ആറിൽ കോപ്പി എടുക്കാം. ഡബിൾ ഈക്വൽസ് കഴിഞ്ഞ് ഡബിൾ കോഡ്സിൽ പ്ലേസ് ചെയ്യാം. ഇനി ഒരു വട്ടം കൂടെ ഈ ടെസ്റ്റ് കേസ് മാത്രം എക്സിക്യൂട്ട് ചെയ്തേ. ഫാസ്റ്റ് അല്ലേ? ബിക്കോസ് ഇവിടെ നമുക്ക് കിട്ടുന്ന കറന്റ് യു ആറിലും ആക്ച്വൽ എക്സ്പെക്ടഡ് യു ആറിലും അതുപോലെ ആക്ച്വൽ യു ആറിലും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. ഇതുപോലെ അടുത്ത ഇൻവാലിഡ് ഏതായിരിക്കും അപ്പൊ യു ആറിൽ നമ്മൾ കൊടുക്കേണ്ടി വരിക? കറന്റ് അണ്ടർസ്കോർ യു ആർ എൽ തന്നെ എഴുതാം. പക്ഷെ നമ്മളിവിടെ ഏത് യു ആർ എൽ കൊടുക്കേണ്ടത്? എന്തെങ്കിലും ഒന്ന് മിസ്സാക്കിയിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ജസ്റ്റ് മാനുവലി എക്സിക്യൂട്ട് ചെയ്തേടാ. ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ലോഗിൻ കൊടുത്ത user 1 ലോഗൗട്ട് ചെയ്യൂ. അഡ്മിൻ ഏത് യു ആർ എല്ലാം നിൽക്കുന്നേ? ആ യു ആറിൽ കോപ്പി എടുക്കാം. ഈ യു ആറിലുമായിട്ട് അസേർട്ട് ചെയ്യാം. എഴുതി നോക്കിക്കേ. പ്രശ്നമാർ കിട്ടിയോ? ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയണോ? ടൈപ്പ് ചെയ്യോ? എന്താടാ? അല്ല, ടൈപ്പ് ചെയ്ത് നോക്കുവോ? ഓക്കെ, ടൈപ്പ് ചെയ്ത് നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. മാം, എനിക്ക് അത് ഫെയിൽ ആയത്. ഒന്ന് ഷെയർ ചെയ്യോടെ സ്ക്രീന്. കറന്റ് അണ്ടർസ്കോർ യു ആർ കഴിഞ്ഞ് ബ്രാക്കറ്റ്സ് ഉണ്ടോടാ? ഇതേപോലെ ഇൻവാലിഡ് ലോഗിന്റെ എഴുതിക്കേടാ അസേർഷൻ. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് പോയിക്കോ.
ഈ സെയിം URL തന്നെ കൊടുത്താൽ മതിയോ? ഏതാടാ? സെയിം URL തന്നെ കൊടുത്താൽ മതിയോ? സെയിം URL ആണോ അതോ ലോഗിന്റെ URL ആണോ വരുന്നത്? ഏതാ സിനാരിയോ? ഇൻവാലിഡ് പാസ്വേഡ്. ഇൻവാലിഡ് ആവുമ്പോ നമുക്ക് ഡാഷ്ബോർഡ് കാണുവോ? എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ അത് മാനുവലി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നാളേക്ക് ഉള്ള വർക്ക് എന്താന്ന് വെച്ചാൽ ഇതിൽ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റ് കേസസിലും അസേർഷൻസ് എഴുതണം. ഓക്കെ, ഡബിൾ ഈക്വൽസിന് എഴുതണമെന്ന് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് റിസർച്ച് ചെയ്തിട്ട് വേറെ ഏത് അസേർഷൻ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഒന്നുകൂടെ പറയോ? ഡബിൾ ഈക്വൽസ് മാൻഡേറ്ററി അല്ല? എല്ലായിടത്തും URL കമ്പാരിസൺ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, നമുക്കല്ലാതെ വേറെ അസേർഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക വേറെ ഏതെങ്കിലും വെച്ചിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. എല്ലാത്തിനും നമുക്ക് URL വെച്ചിട്ട് നമുക്കിതിൽ URL യൂസ് ചെയ്യാൻ പറ്റാവുന്നിടത്തെല്ലാം യൂസ് ചെയ്യാം. അതായത് നമ്മളുടെ ലോഗിന്റെ സിനാരിയോ, അതുപോലെ ലോഗ് ഔട്ട്, പിന്നെ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു നമ്മള്, അവിടെ എല്ലാം നമുക്ക് URL യൂസ് ചെയ്യാം. പക്ഷെ സെർച്ചിങ് ദ യൂസർ, അതുപോലെ തന്നെ ആഡിങ് ദ യൂസർ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഏത് സിനാരിയോസിലൊന്നും ഈ പറഞ്ഞ പോലെ URL ചെക്കിങ് വെച്ചിട്ട് വർക്ക് ചെയ്യത്തില്ല. അവിടെ എങ്ങനെ അസേർഷൻ ചെയ്താമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മനസ്സിലായോടാ? മനസ്സിലായി. കൃഷ്ണകുമാർ മനസ്സിലായോടാ? ഓക്കെ. ഇത് എഴുതിയായിരുന്നോ? അല്ല എത്തിയതില് അതിന് സ്റ്റക്ക് ആയിണ്ടോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്ലഗിൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് പ്ലഗിൻ ആണ് നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പ്ലഗിൻ ആണ് പ്രയോറിറ്റൈസിങ് പ്ലഗിൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ എൻറ്റയർ ഫയൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാമോ ലോഗിന്റെ?
ഏതാ ഫെയിലിയർ ആടാ? ഏതാ ഫെയിൽ ആയ? അസേർഷൻ എറർ ആണല്ലോ. മുകളിലേക്ക് വയ്ക്കേ. ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് റൺ ചെയ്തപ്പോ വർക്ക് ആയിരുന്നല്ലോ. എനിക്ക് എറർ വന്നു അസേഷനായി. എക്സിക്യൂട്ട് ചെയ്ത ഓരോന്ന് സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്ത് വാലിഡ് ലോഗിന് എക്സിക്യൂട്ട് ചെയ്ത് ഫസ്റ്റ്. ഓക്കെ സെക്കൻഡ് വൺ എക്സിക്യൂട്ട് ചെയ്യാം. സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അടുത്ത അസേഷൻ എടുത്തടാ. അസേഷൻ എഴുതിയോ? ഇല്ലല്ലോ. ഇല്ല. ഇനി എല്ലാ ഫയലും കൂടെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്തേ. എൻ്റയർ ഫയൽ എക്സിക്യൂട്ട് ചെയ്തേ. നിങ്ങളിപ്പോൾ ഈ കണ്ട ബിഹേവിയർ ഇല്ലേ, അതായത് നമ്മുടെ ടെസ്റ്റ് കേസ് പാസ് ആവുന്ന ഫെയിൽ ആവുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലേക്കി ടെസ്റ്റ് കേസസ്. ഓക്കെ, ഓക്കെ. മാം എനിക്ക് ഇപ്പോഴും എറർ വന്നു അസേഷൻ. ഞാനൊക്കെ ഷെയർ ചെയ്തേടാ. അടിക്കുന്നത് സ്ക്രീൻ ബ്ലറി ആണ് ഏടാ. ലോഡ് ആവട്ടെ. ആ വെരിഫൈ വാല്യൂ ലോഗിൻ എക്സിക്യൂട്ട് ചെയ്ത്. അവിടെ എറർ ഉണ്ടല്ലോ. ആ ഒരു റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ മുകളില്. അതല്ല 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 എവിടെ എറർ ഞാൻ പറഞ്ഞുതരാം. പാസ്വേഡ് അണ്ടർസ്കോർ വാല്യൂവിന്റെ ആ കോമയിൽ കൊണ്ട് കേസർ വെച്ചിടാം. 2 കോമ കഴിഞ്ഞിട്ട് കേസർ വെക്കുക. ഇവിടെയോ? അവിടെ കൊണ്ട് കേസർ വെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണ്ട, കേസർ ഓ വെക്കുക. വൈറ്റ് സ്പേസ് പ്രശ്നമില്ല. പ്രോബ്ലംസ് എടുത്തതില് പ്രോബ്ലംസ് ടാബ് എടുത്തേടാ. പ്രോബ്ലംസ് ടാബ് എടാ, അതിൽ പ്രോബ്ലംസ് ടാബ് എടുത്തന്ന് പ്രോബ്ലംസ് ടാബ് ഫയലിന്റെ തൊട്ടിപ്പറ പ്രൊജക്ടർ അത് ഇത് അതിലല്ലേ കിടക്കും. പ്രോബ്ലംസ് ക്ലിക്ക് ചെയ്തേ. ഫയൽ അപ്പൊ നിൽക്കുന്നത് പ്രോബ്ലംസ് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും ആവുന്നില്ല. വേറൊന്നും വരുന്നില്ല. കണ്ടോ? ഇല്ല. ജസ്റ്റ് നമ്മുടെ ഫയലിൽ വെച്ചിട്ട് കൺട്രോൾ എ, കൺട്രോൾ എക്സ്,
കൺട്രോൾ ഡി. ഇനി റൺ ചെയ്യട്ടെ. കാണിക്കുന്നില്ല പക്ഷെ. മുകളിൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് നോക്കട്ടെ. അവിടെ നമ്പർ 19 അവിടെ എന്താ എറർ എന്തെങ്കിലും ഉണ്ടോ? ഒരു റെഡ് കളർ എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഇല്ല. ഫയലിന്റെ എന്താ പ്രശ്നമാണോ? അത് ഐഡിന്റെ ഇഷ്യൂ ആ എക്സിക്യൂട്ട് ആവാത്തത്. ആ ടെസ്റ്റ് സ്കോർ വാലിഡ് ലോഗിൻ മാത്രം എക്സിക്യൂട്ട് ചെയ്തേ. വന്നേ അസേഷണറാണ് അടിക്കുന്നത്. അസേഷൻ ലൈൻ നമ്പർ 24 അസേഷണർ അടിച്ചു. ഓക്കെ, നേരത്തെ വർക്ക് ചെയ്താ ഫ്ലേക്കി ഡെസ്കീസ് ആവുന്നതാടാ. ഉള്ളിലേക്ക് വയ്ക്കുക. ലോഗ് അത് ഫ്ലേക്കി ടെസ്റ്റ് കേസ് ആണ് കേട്ടോ. ആ കുഴപ്പമില്ല, അത് കോഡിൽ ഇഷ്യൂ കൊണ്ടല്ല ഫ്ലേക്കി ടെസ്റ്റ് കേസ് ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത്. ടെസ്റ്റ് കേസിൽ നോർമലി വരാറുള്ളതാണ് അത്. നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് 4 ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ആവുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതൊരു കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ടാക്കാനായിട്ട്, അതായത് എനിക്ക് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വെരിഫൈ വാലിഡ് ലോഗിൻ ആണ്. സെക്കൻഡ്ലി എക്സിക്യൂട്ട് ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് ആണ്. ആ ഒരു സ്പെസിഫിക് ഓർഡറിൽ തന്നെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലഗിൻ ഉണ്ട്, PyTest ഓർഡറിംഗ് എന്ന് പറഞ്ഞിട്ട്. താഴെ ടെർമിനൽ എടുക്കുക, അവിടെ എൻ്റർ അടിച്ചിടാം. ഇത് ലൈനിലേക്ക് വരട്ടെ. ടെർമിനലിന്റെ ഉള്ളിൽ ഒന്ന് എൻ്റർ അടിച്ചേ. മതി. അനഘ പിപ്പ് 3 എന്ന് ടൈപ്പ് ചെയ്യുക, ബാക്കിയുള്ളൊരു പിപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻസ്റ്റാൾ PyTest-order. ഇൻസ്റ്റാൾ ആയോ? കൃഷ്ണകുമാർ, അഖിലേന്ദു, അലീന. എന്റെ നെറ്റ് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി. ഓക്കെ, എവിടെ വരെ കേട്ടു? അല്ല, ഇതൊന്നും ഞാൻ തുടങ്ങിയില്ല. ഇൻസ്റ്റാൾ തുടങ്ങിയായിരുന്നോ? ഇല്ല. ഓക്കെ, ഞാൻ പറയാന്നൂടെ. നമ്മളിപ്പോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡർ ഇല്ല അല്ലേ? നമ്മുടെ ഈ ഫയൽസിന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഓർഡർ നമുക്കില്ല.
സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു സ്പെസിഫിക് ഓർഡറിലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഫയൽസിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ഈ ടെസ്റ്റ് കേസസിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടി നമ്മൾ പ്ലഗിൻ യൂസ് ചെയ്യും. ആ പ്ലഗിൻ ആണ് pytest-order. ഓക്കെ, ഓക്കെ. അടി നീ വാങ്ങും വായ അങ്ങനെ ആക്കിയ. നേരത്തെ പറഞ്ഞതിൽ പ്ലേക്ക് മനസ്സിലായില്ലായിരുന്നു, എന്തോ ഉദ്ദേശിച്ചത്? എന്താടാ? അല്ല, പ്ലേക്കിന്നെന്തോ പറഞ്ഞായിരുന്നു, എന്തോ റൺ ചെയ്യുമ്പോ കൺസിസ്റ്റൻസി കാണത്തില്ലെന്ന് പറഞ്ഞു. അതാണോ? ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് തൊട്ട് മുന്നേ റൺ ചെയ്യുമ്പോൾ പാസ് ആവുകയും അത് കഴിഞ്ഞപ്പോൾ ഫെയിൽ ആവുകയും ചെയ്യുന്ന കൈൻഡ് ഓഫ് ടെസ്റ്റ് കേസസ് ഉണ്ടാവും. ഓക്കെ, അത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ നോർമലി നമ്മൾ കാണുന്ന ഒരു സിനാരിയോ ആണ്. അതായത് വൺസ് പാസ്സായ ടെസ്റ്റ് കേസ് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ഫെയിൽ ആവാൻ തുടങ്ങും, വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ ദ കോഡ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ടെസ്റ്റ് കേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലേക്കി ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. ഫ്ലേക്ക് FLAKY, ഫ്ലേക്കി. ചാറ്റിലിട്ടേരെ. അതായത് ഈ ബാക്ക് ടു ബാക്ക് ക്ലാസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ലോഡ് ചെയ്യാനുള്ള പ്രോബ്ലം ആണോ ഈ ഫ്ലേക്ക്? അതാവാം, അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആവാം, പല റീസൺസ് കൊണ്ട് വരാം. ഓക്കെ, ചില സമയത്ത് അത് ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസിന്റെ ലാഗ് കൊണ്ട് വരാം. അപ്പൊ ചില ലൊക്കേറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് കാണാറുണ്ട്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിനെ മാറ്റർ ചെയ്യും നമുക്ക്. ഓക്കെ, അപ്പോ നമ്മൾക്ക് നമ്മുടെ ടെസ്റ്റ് കേസസ് ഒരു സ്പെസിഫിക് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ pytest-order എന്ന് പറഞ്ഞിട്ടുള്ള പ്ലഗിൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണ പറഞ്ഞ സ്ക്രീൻ ഷെയർ ചെയ്യോടാ. ടൈപ്പ് ചെയ്തോളൂ, പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലേക്കി ടെസ്റ്റ് കേസ്. പറയാം കേട്ടോ, എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്ന് പഠിക്കാനുണ്ടേ നമുക്ക്. pip install pytest-order. -order. Enter അടിക്കൂ. ഓക്കെ, ഇനി നമ്മളുടെ
ലോഗിൻ ടെസ്റ്റ് കേസ് എടുത്തോളൂടാ. പിന്നെ കൃഷ്ണകുമാർ, ഇവിടെ നമ്മൾ ഇപ്പൊ നീ ചെയ്തിട്ടുള്ള പോലെ ലോഗിൻ ടു ഹോം 1 വേണ്ട കേട്ടോ. ടെസ്റ്റ് അണ്ടർസ്കോർ അസേഷൻ 5.py ആവശ്യമില്ല. ആ അസേഷൻസിന് ഏതിൽ വേണം എഴുതാൻ? 4 ഫയൽസ് നമ്മൾ ടെസ്റ്റ് പാക്കേജിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഏതൊക്കെയാണ്? ഓക്കെ. അല്ല, എനിക്ക് ആ ഓർഡർ മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത് കേട്ടോ, കാരണം ഇതാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ഞാൻ പറയുന്നത്. ഇതാണ് നിങ്ങൾ ഡെമോ ആയിട്ടും എല്ലാം പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫയൽസ് ആക്കിയിട്ട് ഒരിക്കലും എഴുതി വെക്കരുത്. ഓക്കെ. എനിക്കിപ്പം ഒരെണ്ണത്തിൽ തന്നെ മൾട്ടിപ്പിൾ കയറി വരുന്നുണ്ട്. എന്താടാ? അല്ല, ഭയങ്കര ലെങ്തി ആയിട്ട് വരുന്നോണ്ട് അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മാറ്റണം കേട്ടോ. ഓക്കെ, മാറ്റി എഴുതണേ. അത് വിട്ടുപോവാതെ മാറ്റി എഴുതണം. ഓക്കെ. ഓക്കെ. ഇനി നമ്മളുടെ ലോഗിന്റെ ടെസ്റ്റ് കേസ് എടുക്കൂ. എന്താ കാരണം? എന്താ അറിയോ? ഇങ്ങനെ ഒരിക്കലും നമുക്കൊരു കമ്പനിയിൽ എവിടെയോ പോയി ചെയ്താൻ പറ്റത്തില്ല. ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിന്റെ മേലെ റീവർക്ക് ചെയ്യാന്നല്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ ചേഞ്ചിനും ഓരോ സെപ്പറേറ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ പ്രൊജക്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. മനസ്സിലായടാ? ഓക്കെ. ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന വെച്ചാ ഇതെങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക? നമുക്ക് ചെയ്യാനുണ്ടതില് നമ്മൾ ഈ എൻ്റെ പ്രൊജക്ട് ബിൽഡ് ചെയ്ത ശേഷം നമ്മൾ പ്രസന്റ് ചെയ്യും. ഇത് നമ്മളെ പ്രൊജക്റ്റിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, അസേർഷൻസിന് വേണ്ടി സെപ്പറേറ്റ് പേജ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു കൺസെപ്റ്റ് ഉണ്ട്, പേജ് ഒബ്ജക്ട് മോഡൽ എന്ന് പറഞ്ഞിട്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് പേജ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ക്രിയേറ്റ് ചെയ്താൽ ലോജിക്കലി സ്പീക്കിംഗ് മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ നമ്മുടെ കോഡ് ലെസ് റീഡബിൾ ആവും, മെയിൻറ്റൈനബിൾ ആവത്തില്ല. മനസ്സിലായടാ? അതുപോലെ തന്നെ കോഡിന് ഡ്യൂപ്ലിക്കേഷൻ വരും. ഈ ഇഷ്യൂസ് ഒക്കെ കാരണമാണ് അങ്ങനെ എഴുതരുതെന്ന് പറയുന്നത്. മനസ്സിലായടാ? എന്താ ചെയ്തത് മനസ്സിലായല്ലോടാ? അഡ്മിൻ ഫോറിലല്ലായിരുന്നോ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തത് ലോഗിന്റെ കോഡ്? അഡ്മിൻ വെച്ച് ലോഗിൻ ചെയ്യുന്നത്. എന്നിട്ട് താഴേക്ക് വരൂ. അത്രേ ഉള്ളൂ. ഇങ്ങനെയല്ലടാ ഞാൻ എഴുതാൻ പറഞ്ഞത്. നോക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞ റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ഇല്ലേ, അതായത് അഡ്മിൻ എന്ത് ചെയ്യണം, ആദ്യം ലോഗിൻ ചെയ്യുക, പിന്നെ അഡ്മിൻ ടൈലിൽ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തില്ലായിരുന്നോ? അതെല്ലാം സിംഗിൾ ടെസ്റ്റ് ഫംഗ്ഷനിൽ വേണം എഴുതാനായിട്ട്. അതായത് ലോഗിന് സെപ്പറേറ്റ് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറയുന്നത് ഒറ്റ സ്ട്രെച്ചിൽ എഴുതാനുള്ള. അപ്പൊ അത് മാറ്റി എഴുതണം കേട്ടോ, അങ്ങനെ എഴുതരുതേ. അതായത് ഒരു ഇമ്പോർട്ടും ഇതൊക്കെ വന്നിട്ട് ഒന്നേ പാടുള്ളൂ, ഡിഫ് അടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുവരണമെന്നോ, ഫംഗ്ഷൻ കയറ്റി കൊണ്ടുവരണമെന്നല്ലേ?
കൃഷ്ണകുമാറിന് കൃഷ്ണകുമാർ എപ്പോഴാണ് അവൈലബിൾ ആയിരിക്കുക നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്? നാളെ എപ്പോഴാണ് അവൈലബിൾ ആയിരിക്കുക? ഒരു 7 മണി ഓക്കെയാണ്. അല്ല, ഈവനിങ് അല്ലാതെ ടൈം ഓക്കെ ആണോ? ക്ലാസ്സിന് മുമ്പ് വിത്തിൻ 4 ഏതെങ്കിലും ടൈം ഓക്കെ ആണോ? വിത്തിൻ 4 ഏതെങ്കിലും ടൈം ഓക്കെ ആണോടാ? അല്ല, ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പം ഓക്കെ 6:30 അടുപ്പിച്ചാവും വീട്ടിൽ എത്തുമ്പോ. ഓക്കെ, ഞാൻ നോക്കട്ടെ. നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതിന് മുൻപ് ഞാൻ പറയുന്ന പോലെ ചെയ്ത് നോക്കുക. ഓക്കെ, ലോഗിൻ ചെയ്തത് കറക്റ്റ് ആണ്. ആ test_home എടുത്ത് അത് വെച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. മീൻവൈൽ ബാക്കിയുള്ളവര് അസേർഷൻസ് എഴുതിക്കേടാ. ബാക്കി ടെസ്റ്റ് കേസസിന് URL വെച്ച് എഴുതാൻ പറ്റാവുന്ന എല്ലാ ടെസ്റ്റ് കേസിനും അസേർഷൻസ് എഴുതിക്കേ. അലീന, അനഘ ആൻഡ് അഖില എന്തോ എഴുതുക. ഓക്കെ, test_home. ഓക്കെ, ഇവിടം വരെ ഫൈൻ. ലൈൻ നമ്പർ 23 വരെ ചെയ്താൽ മിസ്റ്റേക്സ് ഇല്ല, ഫൈൻ. താഴേക്ക് വരൂ. ഇത് ചെയ്തിട്ടില്ലേടാ? ഇതേ മെത്തഡോളജിയിൽ തന്നെയാണ് നമ്മൾ അഡ്മിനിലും ന്യൂസിലും ചെയ്യേണ്ടത്. ഇവിടെ സിംഗിൾ ടെസ്റ്റ് ഫയൽ അല്ലേ എഴുതിയിരിക്കുന്നേ? ഓക്കെ, മനസ്സിലായോ? അഡ്മിനിലേക്ക് വരുമ്പോ എന്താ ചെയ്തിരിക്കുന്നത്? ലോഗിൻ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞിട്ട് വേറൊരു ടെസ്റ്റ് ഫംഗ്ഷൻ ആണ് എഴുതുന്നത്. ഇവിടെ വന്നിരുന്നില്ലേ ഞാൻ ഇപ്പൊ ഓഫ് ആക്കാനാ പോകുന്നത്. മനസ്സിലായോ? കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? വേറെ സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്തണ്ട. test_home എങ്ങനെയാണോ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റെപ്സിനെ ഓട്ടോമേറ്റ് ചെയ്തത് അതേപോലെയാണ് ഇവിടെയും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക. മനസ്സിലായോടാ? ഓക്കെ, മനസ്സിലായോ? വെള്ളം കുടിക്കേ. അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഈ ടെസ്റ്റ് ഓർഡറിലേക്ക് തിരിച്ചു വരിക കേട്ടോ. കൃഷ്ണകുമാർ ടെസ്റ്റ് ലോഗിൻ എടുക്കൂ. അത് കറക്റ്റ് ചെയ്ത് എനിക്ക് എഴുതി കാണണം. മുകളിലേക്ക് ഫസ്റ്റ് ടെസ്റ്റ് കേസ് തൊട്ട് കാണിക്കൂ. അതിൽ ടെസ്റ്റ് verify_ വാലിഡ് ലോഗിൻ കഴിഞ്ഞിട്ട് വാലിഡ് ലോഗിന്റെ മുകളിൽ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് കേസിന്റെ മുകളിൽ ടൈപ്പ് ചെയ്യൂ @pytest. അവിടെ ഇല്ലടാ, വാലിഡ് ലോഗിന്റെ മുകളിൽ എവിടെയാ? ആൻഡ് അഗെയിൻ മൾട്ടിപ്പിൾ ടൈംസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിംഗിൾ ഫയൽ നെയിം പോരെ നമുക്ക്? സിംഗിൾ ക്ലാസ് നെയിം പോരെ? ഒരു ക്ലാസ്സിൽ എത്ര ഫങ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ലേ?
മൾട്ടിപ്പിൾ ടൈംസ് ആ ക്ലാസ് എഴുതി ക്ലാസ് നെയിംസിൽ ഒഴിവാക്കൂ. നമ്മൾ ഫസ്റ്റ് ബേസിക്സ് പഠിച്ച കാര്യമല്ലേടാ അത്. ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യൂ. എടാ പലതവണ ഇമ്പോർട്ട് ചെയ്യണ്ട, ഒറ്റ തവണ ഇമ്പോർട്ട് ചെയ്താ പോരെ മോളില്. അതല്ല, ഇതിൽ ഏതെങ്കിലും മിസ്സാവുന്നോ നോക്കാനായിട്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ക്ലാസ് ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ അഗൈൻ എവിടെ എഴുതിയിട്ടുണ്ടല്ലോ, താഴെ വരൂ. അതാ 103. ഇനി ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ടെസ്റ്റ് കേസിന്, അതായത് വാലിഡ് ലോഗിന്റെ ടെസ്റ്റ് കേസിന് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഒന്നും ടൈപ്പ് ചെയ്യരുത്. ടോപ്പ് മോസ്റ്റ് വരിക, എല്ലാവരും വരിക. അഖിലേന്ദു, അനഘ, അതുപോലെ അലീന, എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് കേസ് എടുക്കുക. ഫസ്റ്റ് സിനാരിയോ 1 @pytest.mark. എവിടെ ഇരിക്കുന്ന വെള്ളം? mark.run. സോറി, mark.order. തെറ്റി പറഞ്ഞാണ്, റൺ അല്ല, ഓർഡർ. ബ്രാക്കറ്റ്സിൽ 1 എന്ന് കൊടുത്തോളൂ. അടുത്ത ടെസ്റ്റ് കേസിന് @pytest ഒന്ന് ഇമ്പോർട്ട് ചെയ്യൂ. @pytest @pytest ക്ലിക്ക് ചെയ്യടാ. ഇനി അടുത്തതിൽ എന്ത് കൊടുക്കണം? അപ്പോൾ @pytest.mark.2 മാർക്ക് ഓഫ് 2 റിമൂവ് ചെയ്തോളൂ. പൈടെസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സോറി, പൈത്തണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇൻഡന്റേഷൻ. അടുത്ത pytest.mark.order of 3. 3 ടെസ്റ്റ് കേസേ ഉള്ളൂ. നമുക്ക് 4 ടെസ്റ്റ് കേസ് ഇല്ലേ? ഇത് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ഇപ്പോ. കൃഷ്ണന്മാരൊരു കാര്യം ചെയ്യുക, നാളേക്ക് വരുമ്പോൾ മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങള്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ടെസ്റ്റിലും ഓൺലി 4 ടെസ്റ്റ് ക്ലാസ്സസ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യം, ടെസ്റ്റ് പാക്കേജിൽ ആകെ 4 ടെസ്റ്റ് ക്ലാസ്സേ ഞാൻ കാണാവൂ. Again, second thing, നിക്കു കൃഷ്ണകുമാർ, ചെയ്യരുത്, വെയിറ്റ് പറയട്ടെ. നോ ഡ്യൂപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ നെയിംസ്. ഓക്കെ, then third thing, only one class definition in
one file. Okay. Remove duplicated imports. അനഘ, അഖിലേന്ദു അല്ലെങ്കിൽ അലീന ആരെങ്കിലും ഒരാള് നിങ്ങളുടെ കോഡ് ഒന്ന് റെഫറൻസിന് വേണ്ടി കൊടുക്കാമോ? ഓക്കെ, ആരെങ്കിലും ഒരാളുടെ റെപ്പാര ഷെയർ ചെയ്യണ കോഡ് ഒന്ന് ചാറ്റിലാണോ ഷെയർ ചെയ്യണ്ടേ? അതിലൊന്ന് ഷെയർ ചെയ്യടാ. ഈ ചാറ്റിലാണോ ഷെയർ ചെയ്യേണ്ടത്? ചാറ്റില് ഷെയർ ചെയ്ത അവന് കോഡ് എല്ലാം കൂടെ മനസ്സിലാവോ? ഒന്ന് മെയിലിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അവന്? കാരണം 4 ഫയൽസ് ആയതുകൊണ്ടേ പിന്നെയും കൺഫ്യൂസ്ഡ് ആവരുതല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷൻ ഇത്ര എടുക്കുന്നുള്ളൂ. ബിക്കോസ് ഇനി ഫർദർ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഡ് ക്ലിയർ ആയിരിക്കണം, ഇൻക്ലൂഡിങ് അസേർഷൻസ്. നിങ്ങൾക്ക് എറേഴ്സ് ഇല്ലാണ്ടിരുന്നാലേ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നാളെ വരുമ്പോൾ കൃഷ്ണകുമാറിനുള്ള അഡീഷണൽ വർക്കാണ് അഖിലേന്ദു ഷെയർ ചെയ്യുന്ന നോട്ട്സ് റെഫർ ചെയ്തിട്ട് ടെസ്റ്റ് കേസസ് ക്ലിയർ ചെയ്ത് വെക്കുക നമ്മുടെ ടെസ്റ്റ് പാക്കേജിലുള്ളത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റീസിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള നെയിം കൊടുക്കരുത്. ഡാറ്റ അണ്ടർസ്കോർ ഡ്രിവൺ ഫയൽ അണ്ടർസ്കോർ റിട്രീവ് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ജസ്റ്റ് എക്സൽ യൂട്ടിലിറ്റി ഡോട്ട് പി വൈ അത്ര മാത്രം മതി. ഓക്കെ, യൂട്ടിലിറ്റീസ് പാക്കേജ് എടുക്കാം. ഇതിൽ പേര് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം ചെയ്യുക, എക്സൽ യൂട്ടിലിറ്റി. ഇതിപ്പോ എനിക്ക് മനസ്സിലായി കൃഷ്ണകുമാറിന്റെ എക്സൽ EXCEL. ഇവിടെ വന്നിരുന്നാ കാണാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. കൃഷ്ണകുമാർ എക്സിക്യൂട്ട് ചെയ്യേണ്ട, ബാക്കിയുള്ളവര്. കൃഷ്ണകുമാർ ഇത് ഫിക്സ് ചെയ്ത ശേഷം എനിക്ക് നാളെ കാണിച്ചു തരണം. ഓക്കെ, അഥവാ എവിടെയും വെച്ച് സ്ട്രക്ക് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വേണം. ചെയ്യുന്ന സമയത്ത് തന്നെ എവിടെയും വെച്ച് മിസ്സിംഗ് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോടാ? അച്ഛെവിടെ പോവല്ല, അവിടെ വാ. ഓക്കെ, കൃഷ്ണകുമാർ ഇത് ഫിക്സ് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളവർ എക്സിക്യൂട്ട് ചെയ്ത് പാസ് ആവുന്നത് നോക്കുക. പോയില്ല മോളെ, ഇവിടെ ഉണ്ട്, ഇവിടെ വാ. മാം എനിക്ക് എപ്പോഴും എറർ വന്നു. അത് കുഴപ്പമില്ല, എന്റെ ഫ്ലേക്ക് ടെസ്റ്റ് കേസ് ആയിട്ടോ, അത് പ്രശ്നമില്ല, നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ലേറ്റർ നമുക്ക് പഠിക്കാം, ചെയ്യാനുണ്ട് നമുക്കത്. ഫ്ലേക്ക് ഇത് ഓരോന്നായിട്ടാണോ റൺ ചെയ്യാൻ പറഞ്ഞത് അതോ അല്ലടാ, മൊത്തത്തില്? ടെസ്റ്റ് ക്ലാസ് എൻറ്റയർ ആയിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യട്ടെ.
മാം എനിക്ക് ഒരു error ഡൗട്ട്. വന്നു. ഇതിന്റെ ചോദിച്ചോടാ. അല്ല, ഇത് ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വാല്യൂസ് മാറുമോ? വാല്യൂ ഒന്നും മാറത്തില്ല. ഇതിപ്പോ ചെയ്ത ഓൾട്ടറേഷൻസിൽ വന്ന പ്രശ്നമാണ്. മാം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് error വന്നു. കാണുന്നുണ്ട്. എന്താ എറർ നോക്കട്ടെ. ഒരു എറർ കാണിക്കുന്നുണ്ടല്ലോ. എന്താ അത്? ആ ഒരു റെഡ് കളർ ലൈക്ക് ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്തേ പോയിട്ട് അവിടെ അല്ല, മുകളിൽ റെഡ് കളറിലൊരു മാർക്ക് ഉണ്ടായിരുന്നു. 1 ഇൻഡന്റേഷൻ എറർ. വണ്ടികളെ കുറിച്ചല്ലേ ഈ പറയുന്നത്? ഇൻഡന്റേഷൻ എറർ ആടാ. ശരിയായല്ലോ. അപ്പൊ എക്സിക്യൂട്ട് ചെയ്തൂടെ? ഇപ്പൊ നമ്മൾ കൊടുത്ത അതേ എക്സിക്യൂഷൻ, അതേ ഓർഡറിലാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്? 1 2 3 4 എടുത്ത ഓർഡറിലാണോ? സോ ഇങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് കേസസിനെ ഒരു സ്പെസിഫിക് ഓർഡറിലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ ഫെയിലിയർ വന്ന് നോക്കട്ടെ. വെരിഫൈ അണ്ടർസ്കോർ ഏതാ ടെസ്റ്റ് കേസ് ഫെയിൽ അയക്കുന്നത്? Valid login. അത് മാത്രമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പാസ് ആവുന്നുണ്ടോ എന്ന് നോക്കൂ. ഒരു കാര്യം ചെയ്യൂ, ആ സബ്മിറ്റ് ഡോട്ട് ക്ലിക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തേടാ. പാസ്സായില്ലേ? ഇനി ഒരു വട്ടം കൂടെ എന്റെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. വായ തുറക്ക്. അത് വരും. പാസ്സായോ? ഞാൻ മടക്കി തരാം. ഓക്കെ. സോ ഞാൻ ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. കൃഷ്ണകുമാർ അത് അഖിലേന്ദു അയച്ചിരുന്ന റെഫറൻസ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യുക കേട്ടോ. കൃഷ്ണകുമാർ ഇമെയിൽ ഐ ഡി ഒന്ന് ചാറ്റിലിട്ടേക്കോ? കേൾക്കാനില്ലേടാ? അത് നിരഞ്ജന ഈ അസോർഷൻ എല്ലാ ടെസ്റ്റ് കേസസിനും എല്ലാ ടെസ്റ്റ് കേസിലും വേണം. ടെസ്റ്റ് അഡ്മിനും ഇല്ല. എല്ലാ ടെസ്റ്റിലും എഴുതണം. യെസ്. ശരി, ചെയ്തിട്ട് വരണേ എല്ലാവരും. അതിലെന്ത് നോട്ട് ചെയ്തോടാ മെയിൽ ഐ ഡി?
ചെയ്ത്. ഓക്കെ, ഞാൻ മൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഉം.